ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത വമ്പൻ തിരിച്ചടിയിൽ ചൈന എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വരാത്തത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ഒരു വ്യാജ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയിലെ ഒരു വിദഗ്ധൻ എന്ന് പറയുന്നത്. ഇയാൾ പറയുന്നത് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരാക്രമണങ്ങളും ഇന്ത്യ നശിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉടലെടുത്തിരുന്നു. എന്നിരുന്നാലും ശനിയാഴ്ച ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ ചൈനീസ് സൈനികരെ അക്സായ് ചിന്നിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ചൈനീസ് വിദഗ്ധർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. മറുവശത്ത് വിരമിച്ച ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ അവകാശപ്പെട്ടത് 4-5 മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമിക്കും, അതുകൊണ്ട് ഇന്ത്യ ജാഗ്രത പാലിക്കണം എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ചൈന അക്സായ് ചിന്നിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ചൈനയിലെ സിംഹുവ സർവകലാശാലയിലെ പ്രൊഫസർ മാവോ കെജിയും സൗത്ത് ഏഷ്യൻ റിസർച്ച് ഗ്രൂപ്പിലെ ചെൻ ഷാവും പറയുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക നടപടിക്ക് മുമ്പ് പാകിസ്ഥാന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം തടയാനാണ് ചൈന ആഗ്രഹിച്ചത്. എന്നാൽ ചൊവ്വ ബുധൻ രാത്രിയിൽ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം അത്തരം പ്രസ്താവനകൾക്ക് സ്ഥാനമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും ചൈന പിന്നീട് സംഭാഷണത്തിനും സമാധാനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരമ്പരാഗത നിലപാടിലേക്ക് മടങ്ങുകയായിരുന്നു. പ്രസ്താവനകളുടെ ഈ സൂക്ഷ്മമായ മാറ്റം പ്രാദേശിക സ്ഥിരതയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ചൈനയുടെ ഗൗരവകരമായിട്ടുള്ള ആശങ്കയാണ് കാണിക്കുന്നത്. മറുവശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ടെന്നും എന്നാൽ ഇന്ത്യ ഇപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും വിരമിച്ച ഇന്ത്യൻ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ പറയുന്നു. ഇന്ത്യൻ സൈന്യത്തിന് 4-5 ദിവസം കൂടി അനുവദിച്ചിരുന്നെങ്കിൽ സ്ഥിതി അല്പം വ്യത്യസ്തമാകുമായിരുന്നു. പാകിസ്ഥാന്റെ ചരിത്രവും കരസേനാ മേധാവി അസീം മുനീറിന്റെ തന്ത്രവും അനുസരിച്ച് അടുത്ത 4-5 മാസത്തിനുള്ളിൽ അവർക്ക് ഇന്ത്യയിൽ മറ്റൊരു വലിയ ഭീകരാക്രമണം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം എപ്പോഴും വിചാരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഏത് ഭീകരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കണമെന്ന് ഇന്ത്യ ഇത്തവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.